വി സിയെ കയറ്റിയെ പോറ്റിയെ കയറ്റി, അതുപോലെ വി സിയെ കയറ്റി. ആരാ? പിണറായി വിജയൻ. ഗവർണറുമായിട്ടൊക്കെ ഉള്ള സമരമൊക്കെ വെറും. ഇനി ഭാരതാംബയൊന്നും വെച്ചോണ്ട് അവിടെ ചെന്ന് മിണ്ടിയാലുണ്ടല്ലോ, ഗവർണർ പാട്ടും പറയും. വി സിയെ കയറ്റിയെ സമരം ചെമ്പായി മാറിയേ. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് കേരളത്തിലെ മുഴുവൻ എം പിമാരും ഈ ഗാനം ആലപിച്ചിട്ടുണ്ട്, വിശ്വനാഥ് ആലപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കേസെടുത്ത് അറസ്റ്റ് ചെയ്യുമെന്നാണ്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയോട് ഞാൻ പറയാം, നിങ്ങളങ്ങനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാനാണ് ഭാവമെങ്കിൽ കേരളത്തിലെ ജയിലുകൾ പോരാതെ വരും. കാരണം ഇനി അങ്ങോട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞങ്ങൾ ഈ ഗാനം തുടർച്ചയായി ആലപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ രാഷ്ട്രീയ നേതൃത്വത്തെ അറസ്റ്റ് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന, ഇപ്പോൾ രണ്ടുപേരും അറസ്റ്റ് ചെയ്ത് ജയിലിനകത്ത് കിടക്കുകയാണ്. രണ്ട് ഉന്നതന്മാരായ നേതാക്കന്മാർ ജയിലിനകത്ത് കിടന്നിട്ട് അവർക്ക് മുൻകൂർ ജാമ്യം നിരവധി പ്രാവശ്യം കോടതി തള്ളിയിട്ട് അവരിപ്പോൾ അക്യൂസ്ഡ് മാത്രമല്ല, കൾപ്രിറ്റിന് സമാനമാണ്. അവർ ശിക്ഷ അനുഭവിക്കുന്നതിന് തുല്യമാണ്. കോടതി അസന്നിഗ്ധമായി ഈ സ്വർണ്ണക്കള്ളക്കടത്തിലെ, ഈ സ്വർണ്ണക്കൊള്ളയിലെ രണ്ട് നേതാക്കന്മാരുടെയും പങ്കാളിത്തം, രണ്ട് ദേവസ്വം ബോർഡ് മെമ്പർമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ, അവരുടെ പങ്കാളിത്തം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകണം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് പോകണം, ഇപ്പോഴത്തെ മാറ്റപ്പെട്ട ദേവസ്വം പ്രസിഡന്റിലേക്ക് പോകണം.